ഷാ പഹ്ലവിയാ വരുന്നത്. എന്തൊരു മനോഹരമായ ഡാൻസാ! വഹാബികൾ ഡാൻസ് ചെയ്യാണ് ഷിയ വന്നപ്പോൾ. കണ്ടില്ലേ? ഇതാ ഷിയാദ നേതാവ് വരുമ്പോൾ എന്തോ ഒരു സന്തോഷത്തിനാ മുട്ടി അറവന മുട്ടി പാട്ടുപാടിയ അല്ലാ. ഇപ്പോഴത്തെ രാജാവ് സൽമാനാണ് ആ നൃത്തം ചെയ്യുന്നത്. പണ്ട് അയാൾ അന്ന് പ്രിൻസാ. ആ നൃത്തം ചെയ്യുന്നത് ഷിയ വന്നപ്പോൾ നൃത്തം ചെയ്യുന്ന ആരാ? ഇപ്പോഴത്തെ നിലവിലുള്ള രാജാവ്. അന്ന് അയാൾ പ്രിൻസാ. അല്ലാ, എന്തൊരു സന്തോഷമാണ് വഹാബികൾക്ക് ഷിയാക്കളെ കണ്ടപ്പോൾ. അല്ലല്ലോ, വേറെ കാര്യമാണ്. ഹജ്ജിന് നിസ്കരിക്കാൻ കൂടെ കൂട്ടുന്നുണ്ട്, നിസ്കരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. അവർക്ക് അങ്ങനെ നിസ്കരിക്കാൻ പറ്റില്ല. അവർക്ക് ഒരു കട്ട കിട്ടണം. കെർബല എന്നുള്ള കട്ട കിട്ടിയാലേ സുജൂദ് ചെയ്യുള്ളൂ ഷിയാക്കള്. അതിനൊക്കെ കട്ട സംഘടിപ്പിച്ചു കൊണ്ടുവന്നിട്ടുണ്ടോ? ഇനി ഷിയ നേതാവിനെ അവിടുന്ന് കൊണ്ടുവന്നു വാങ്ങുന്ന അറിയില്ല. ഏതായാലും ഒപ്പം നിസ്കരിപ്പിക്കലേ. ഷിയ അവിടെ വന്നപ്പോ നിസ്കരിച്ചു. ഖുർആനും ഹദീസിനും ഒരു പുല്ലിന്റെ വില വെക്കാത്ത ഷിയാണ് ഞാൻ. 1961 ഓർഗനൈസേഷൻ ഫോർ പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്, അതാണ് ഒപെക്. ഒപെക് ഉണ്ടാക്കിയപ്പോൾ ആദ്യമായി കൂടിയാലോചിച്ചതാരാ? വഹാബികളും ഷിയാക്കളും. ആദ്യം കൂടിയാലോചിച്ച് വഹാബികളും ഷിയാക്കളും സൗദിയും ഇറാനും. ഒപെക് ഓർഗനൈസേഷൻ ഫോർ പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് 1961 1961 ജനുവരി 21 ആണ് ഈ സംഘടന ഉണ്ടാക്കുന്നത്. ഷിയാക്കളും വഹാബികളും ഒത്തൊരുമിച്ചുണ്ടാക്കിയ സംഘടനയാണത്. കൂടിയാലോചന സമിതിയിൽ ആദ്യം ഉണ്ടായത് ഒപെക് ഉണ്ടാക്കുമ്പോൾ ആദ്യം കൂടിയാലോചിച്ചത് ഷിയാക്കളുമായിട്ടാണ്. ആര്? സൗദ്. അതിലാകെ 5 രാഷ്ട്രങ്ങളെ ഉള്ളൂ ഉണ്ടാക്കുന്ന കാലത്ത്. ഒന്ന് ഇറാൻ, ഷാ പഹ്ലവിയുടെ ഇറാൻ, ഷിയയായ ഖുർആനിനും ഹദീസിനും ബലവെക്കാത്ത ഷായുടെ ഇറാൻ, ഇറാഖ്, കുവൈത്ത്, വഹാബി രാഷ്ട്രമായ സൗദിയ, വെനിസ്വല. ഇങ്ങനെ 5 രാജ്യങ്ങളാണുള്ളത്. പൂർണ്ണമായും സൗദിയുടെ നിയന്ത്രണത്തിലാണ്. പിന്നെ ഇറാന്റെയും അഥവാ ഷിയാക്കളുടെയും വഹാബി ഷിയ നിയന്ത്രണത്തിലാണ് ഒപെക് ആരംഭിച്ചത്. ഓർഗനൈസേഷൻ ഫോർ പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്, ഇതാണ് ഒപെക്. 1963 മുതൽ ഇന്ന് വരെ, 61 മുതൽ ഇന്ന് വരെ അവരംഗങ്ങളാണ് ഒപെക്കിൽ. കൂടിയാലോചന തീർന്നില്ല. അത് കച്ചോടല്ലേ മൂല്യരെ? ഇങ്ങനെ പറയാ, കച്ചോടോ അല്ല. പിന്നെ സാമുദായിക ലീഗ് ഉണ്ടാക്കിയവര്, സാമുദായിക സംഘടന. സൗദി തന്നെ ലീഗ് ഉണ്ടാക്കി. മുസ്ലിം വേൾഡ് ലീഗ്, റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമി. മക്കയിൽ വെച്ചാണ് ഇത് രൂപീകരിക്കുന്നത്. മക്കയിൽ വെച്ചാണ്. അതിനുവേണ്ടി ഷിയാക്കളെ മക്കയിലേക്ക് വിളിച്ചു വരുത്തി 1962 1961 ഒപെക്, 1962 മുസ്ലിം വേൾഡ് ലീഗ്, സാമുദായിക സംഘടന. അപ്പൊ നമ്മളെല്ലാരും ഒരു സമുദായാണ്. സാമുദായിക സംഘടന. ആരാ? വഹാബികൾ ആദ്യം കൂട്ടിയത് ആരെയാ? ഷിയാക്കള്. ഇങ്ങനെ തോണ്ടണ്. നിങ്ങളൊരു സലാത്ത് കാണുന്നുണ്ട്, അപ്പൊ നിങ്ങൾ ഷിയാകാൻ സാധ്യത ഉണ്ട്. നിങ്ങൾ തിരുവനന്തപുരത്ത് വന്നപ്പോൾ കായംകുളം വഴി ബസ്സിൽ പോന്നിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ കള്ളനാണ്. തിരക്കടില്ലല്ലോ. ഞങ്ങളോട് പണ്ട് പറഞ്ഞില്ലേ, ഒരാള് വീഡിയോ കളിക്കൽ ഹറാമാണ്. ഹറാമാണോ? ഹറാമാണ്. ഖുർആൻ ആയത്തുണ്ടോ? ചാണ്ട എന്തോ വീഡിയോ എടുക്കാൻ പാടില്ല അള്ളാഹ് പറഞ്ഞിട്ടില്ലേ? അങ്ങ് പറഞ്ഞിട്ടുണ്ടോ? എന്നാ ഒന്നും മരിക്കുന്നില്ല. ഇനിയിപ്പോ എതിർത്ത എന്തോ എന്തേ എതിർത്തില്ലേ? അള്ളാഹിന്റെ കലാമിനെ എതിർത്തില്ലേ?
അത് എതിർത്തിലേന്ന് 2 വട്ടം പേടിക്കുന്നു വിചാരിച്ചിട്ട് ചെല്ലാതെ പേടി ഒച്ചയൊക്കെ പേടിക്കണ ആളുകൾ ആചാര്യ വയറൊക്കെ പിന്നീട് നിർത്തിയിട്ട് എല്ലാവർക്കും കൂടി അവര് എണ്ണ തേച്ച വയറാണ് തുടങ്ങി. അപ്പൊ ഇവിടെ ഇങ്ങനെ മുളച്ചാണ് പൊന്തി ഭീകരവാദി. അപ്പൊ എല്ലാവർക്കും തോന്നി ഇതൊക്കെ ഭീകരവാദികളാണ്. ഭീകരവാദി 4-5% ഉള്ളൂ. അതിനെ ഇങ്ങനെ തിരിച്ചെടുക്കാനും കഴിയും. പക്ഷേ നമ്മൾ ആ എണ്ണ തേച്ച ഉയ്യൽ നിർത്തിയിട്ട് നമ്മൾ പറയേണ്ടത് ആണുങ്ങളൊക്കെ പറയണം. അപ്പൊ വെള്ളവും പെട്രോളും വേറിടും. 1962 റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമി മക്കയിൽ വെച്ചുണ്ടാക്കിയപ്പോൾ ഷിയ നേതാക്കന്മാരെയും ഷിയ മതകാര്യ നേതാക്കന്മാരെയും വഹാബികൾ മക്കയിലേക്ക് വിളിച്ചുകൊണ്ടുവന്നു. അതിന്റെ പ്രഥമമായ യോഗം മക്കയിൽ വെച്ച് നടത്തി. ആരൊക്കെയാ പ്രഥമമായ അതിന്റെ മെമ്പർമാരിൽ പ്രഥമമായ മെമ്പറാണ് പ്രാഥമിക മെമ്പർഷിപ്പുള്ള അംഗരാജ്യങ്ങളിൽ ഒരാൾ ആരാ? ഷിയ രാജ്യമായ ഷാ പഹ്ലവിയുടെ ഷിയ രാജ്യമായ ഇറാൻ. ഷിയാക്കള് അവര് പണ്ഡിതന്മാര്, അവര് തന്ത്രജ്ഞന്മാര്. വഹാബികൾ അന്ന് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. ടിവിക്കും അതേപോലെ തന്നെ വാർത്താ മാധ്യമങ്ങൾക്ക് മുന്നിൽ. റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമി 1962 ഉണ്ടാക്കിയപ്പോൾ ലോകത്തെ വലിയ വലിയ പത്രപ്രവർത്തകന്മാർ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമി ഉണ്ടാക്കിയത്? അപ്പോൾ വഹാബി നേതാക്കന്മാർ പറഞ്ഞേ, ഖുർആനിന്റെയും സുന്നത്തിന്റെയും മൂല്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമി ഉണ്ടാക്കിയത്. ആദ്യത്തെ അങ്ങാര എന്തിനുണ്ടാക്കിയ ഖുർആനിന്റെയും എടുത്തു നോക്കി ചരിത്രം. റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമി ഉണ്ടാക്കിയപ്പോൾ വഹാബി നേതാക്കന്മാര് പത്രക്കാർ ചോദിച്ചു, നിങ്ങൾ എന്തിനത് ഉണ്ടാക്കണേ? അപ്പോൾ വഹാബി നേതാക്കന്മാര് പത്രക്കാരോട് പറഞ്ഞേ, ഖുർആനിന്റെയും സുന്നത്തിന്റെയും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ സംഘടന ഉണ്ടാക്കിയത്. എന്നിട്ട് ആരാ കൂടെ? ഷിയ. എങ്ങനുണ്ട്? ഇവിടെ നിന്നിട്ട് കടഞ്ഞ് നോക്കുന്നത് ഏതെങ്കിലും ഷിയാന്റെ വഴിക്ക് പോകുന്നുണ്ടാ? ഇവരെ പ്രസവിച്ചവരൊക്കെ ഷിയാന്റെ അടുക്കളയിൽ പ്രസവിച്ച വഹാബികളത്രേ. ഇവരാ നമ്മക്ക് ഷിയ ആരോപിക്കാൻ നടക്കുന്നത്. 2 കൂട്ടരും കൂടെ ഉണ്ടാക്കി എല്ലാത്തിനും. ഒരാൾ മുന്നൊന്നും തട്ടി, ഒരാൾ പിന്നൊന്നും. 2 കള്ളന്മാരുണ്ടല്ലോ ഒരേ രാത്രി ഒരേ പേരിൽ വിചാരിതമായോ ഒരുമിച്ച് കൂടിയാൽ എങ്ങനെ ഉണ്ടാവും? ഒരാൾ മറ്റയാളോട് പറയും, ജിബേക്കിൽ കൂടെ കയറിക്കോ, ഞാൻ മുന്നേ കൂടി 50-50 ബൈ. തന്നെ ഷിയയും 1 നൂറ്റാണ്ട് കാലം ഷിയയും വഹാബികളും കൂടിയാണ് കക്കാൻ തീരുമാനിച്ചു. പക്ഷെ 79 ആ കളവിന് ചെറിയൊരു ഭംഗം വന്നിട്ടുണ്ട്. ഇതിന് കാരണമുണ്ട്. എന്നാ നിങ്ങൾക്ക് ഷിയാക്കൾ ശത്രുക്കളായത് എന്ന ഡേറ്റ് കൃത്യമായി കിട്ടും. നിങ്ങൾ ആദ്യം അനുമോദിച്ച ഷിയാക്കൾ നിങ്ങളാണ്. സഊദ് മരിച്ചപ്പോൾ 64 ഫൈസൽ രാജാവായി. 75 വരെ 65 64 നവംബർ 2-ാം തീയതി. നവംബർ 2 1964 നവംബർ 2-ാം തീയതി ഫൈസൽ ബിൻ അബ്ദുൽ അസീസ് സഊദിന് ശേഷം രാജാവായി. 1964 തന്നെ നോക്ക്. 1964 മുതൽ തന്നെ ഫൈസൽ ശ്രദ്ധിക്കണേ. 1964 ഫൈസൽ രാജാവായ ഉടനെ ഫൈസൽ ചെയ്തത് എന്താ? ഫൈസൽ ചെയ്തത് യമൻ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ഷിയ രാജാവ് ഉണ്ടായിരുന്നു. അയാൾക്കെതിരെ അവിടുത്തെ സുന്നികളും ഷിയാക്കളും കൂടി വിപ്ലവം നടത്തുകയാണ്. അപ്പോൾ ഈ രാജാവിനെ സഹായിച്ചു, ഷിയ രാജാവിനെ സഹായിച്ചു. ആര്? ഫൈസല്. വിപ്ലവകാരികൾക്കെതിരെ അരക്കയഞ്ച് ബുദ്ധി ഉണ്ടാവുകയാണെങ്കിൽ, അഹ്ലുസുന്നയോട് സ്നേഹം ഉണ്ടാവുകയാണെങ്കിൽ വിപ്ലവകാരികളെ സഹായിക്കേണ്ടത് എന്തുകൊണ്ട്?
രാജസ്ഥാനത്തിനെതിരെയാണ് വിപ്ലവകാരികൾ ജനാധിപത്യ ഭരണ സംവിധാനത്തിന് വേണ്ടിയാണ്. ജനാധിപത്യം വന്നാൽ അധികാരം ആർക്ക് കിട്ടും? സുന്നികൾക്ക്. എന്തുകൊണ്ട്? 65% സുന്നികളാണ്. അപ്പോൾ 65% സുന്നികൾ കൂടി നടത്തുന്ന വിപ്ലവത്തിനെതിരെ ഷിയാ രാജാവിനെ സഹായിച്ച് യുദ്ധം ചെയ്തു. ആര്? 65 മുതൽ 69 വരെ ഫൈസല്. എന്റെ കാര്യം ഷിയാ രാജാവിനെ സഹായിച്ച് സുന്നികളല്ല. ആ യുദ്ധത്തിൽ 2 ലക്ഷം സുന്നികളും കുറച്ച് ഷിയാക്കളും അടക്കം 2 ലക്ഷം. കാരണം ഭൂഭൂരിപക്ഷം മരിക്കൽ സുന്നിയാണ്. 65% 2 ലക്ഷം യമനികൾ മരണപ്പെട്ടിട്ടുണ്ട് ഈ അടി കാരണം. കൊന്നു. 65 മുതൽ 69 വരെ യമനിൽ ഷിയാ രാജാവിന് വേണ്ടി യുദ്ധം ചെയ്തു ഫൈസൽ എന്ന വഹാബി. 2 ലക്ഷം യമനികൾ കൊല്ലപ്പെട്ടു. ഇത് പഹ്ലവി, അതാ പഹ്ലവി, അതാ ഫൈസൽ. 1966 ടെഹ്റാൻ സന്ദർശനം അല്ലേ? അതല്ലേ ആ കഴിച്ചത്. 1966 ഷിയാ രാജ്യ സന്ദർശനം. ആര്? ഫൈസൽ ബിൻ അബ്ദുൽ അസീസ് വഹാബി രാജാവ്. അന്നൊക്കെ പണിയല്ല, പിടിച്ചു കൊണ്ടോണതാ. ഏറ്റിപ്പിടിച്ച് എയർപോർട്ടിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോവുക. പഹ്ലവി പിടിച്ചു കൊണ്ടുപോവാണ്. ആരെ? കയ്യും പിടിച്ചു കൊണ്ടുപോവുകയാണ്. ആരെ? ഷിയാ നേതാവ് കൊണ്ടുപോവുകയാണ്. ആരെ? വഹാബി നേതാവിനെ കൊണ്ടുപോവുക. 64 രാജാവായി ഫൈസല്. 65 യമനിനെതിരെ യുദ്ധം തുടങ്ങി. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. യമൻ ആര് ഭരിച്ചാലും യമനെതിരായിരിക്കും വഹാബികൾ. എന്തുകൊണ്ട്? മുസ്തഫ റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ട നാടാണത്. കുരുത്തക്കെടാണ് നിങ്ങൾക്ക്. അൽ ഈമാനു യമാനിൻ വൽ ഫിഖ്ഹു യമാനിൻ വൽ ഹിക്മത്തു യമാനിയ. 1, 2 അത് ഞങ്ങൾക്ക് കിട്ടണമെന്നാണ് അവരുടെ വാദം. നജദികൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ റസൂലുള്ളാഹി വിസമ്മതിച്ചത് കൊണ്ട് അതിനങ്ങോട്ട് കൂട്ടിയെടുക്കുക, എന്നിട്ട് നബിയെ തോൽപ്പിക്കുക. അവൻ നബി തോറ്റുപോലെ അതിനെങ്ങോട്ട് കൂട്ടി യമൻ ഇല്ലാതാക്കി. യമൻ എങ്ങോട്ട് കൂട്ടിയാ പിന്നെ യമൻ ഇല്ലാതായല്ലോ. അപ്പൊ നബി തോറ്റല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെ സാക്ഷ്യങ്ങളല്ലേ എന്തുവരെ വിചാരിച്ച്. 966 രംഗത്ത് വന്നു. ആരെ? ഷാ പഹ്ലവി സൗദിയുടെ കൂടെ 69 വരെ. ഈ യുദ്ധത്തിലെ 2 ലക്ഷം യുദ്ധത്തിൽ 2 ലക്ഷം യമനികൾ മരിച്ചു, കൊല്ലപ്പെട്ടു. ഏത് കാലം മുതൽ ഏത് കാലം വരെ? ശ്രദ്ധിക്കണം. 1965 മുതൽ 69 വരെ 65% സുന്നികളുള്ള നാട്ടിനെതിരെ യുദ്ധം ചെയ്തു. ഈ സുന്നികൾക്കെതിരെ ഷിയാക്കളെ സഹായിച്ചുകൊണ്ട് സമരം ചെയ്തു. ആര്? വഹാബികള്. എന്തുകൊണ്ട്? അതിനൊരു കാരണമുണ്ട്. ഖുർആൻ സുന്നത്തുമല്ല. എന്താ കാരണം? ആ രാജകുമാരന്മാർ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും പോറ്റുകുട്ടികളായിരുന്നു. അപ്പൊ അവരെ സഹായിക്കണം. ഇവിടെ ജനകീയ വിപ്ലവം നടന്ന് അധികാരത്തിൽ കയറിയാൽ സുന്നികളല്ലേ വരിക. അപ്പൊ ഖുർആൻ സുന്നത്തിനല്ലേ നോക്കണ്ടു. മറ്റ് പിന്നെ വാപ്പാര് മറ്റവരല്ല. എന്തൊക്കെ ഇവര് അമേരിക്കക്കും ബ്രിട്ടനും വേണ്ടിയല്ലാത്ത ഒരു യുദ്ധം വഹാബികൾ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. ആരുടെ നിങ്ങൾ പഠിപ്പിക്കണേ? വിവരറിയും. നിങ്ങളെ വിവരങ്ങൾ മറ്റുള്ള പറഞ്ഞു തരും നിങ്ങൾക്ക്. വഹാബികളെ നിങ്ങളുടെ കാട്ടുകള്ളന്മാരാ. നിങ്ങൾ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഇംഗിതത്തിന് വേണ്ടിയല്ലാതെ നിങ്ങളെ ഒരു യുദ്ധവിമാനം പറപ്പിച്ചിട്ടില്ല. നിങ്ങൾക്കറിയോ? വളരെ ചിന്തിക്കണം. ഈ സമയത്ത് യമനെതിരെ യുദ്ധം ചെയ്യുന്നുണ്ട് ആര്? ഇസ്രായേലും. ഈ യുദ്ധത്തിൽ സൗദിയെ സഹായിച്ച രാജ്യങ്ങൾ ഏതാണ്? 1 ഷിയാക്കളും 1 ഇസ്രായേലികളും. ഇവർ കൂടിയിട്ടാണ് 2 ലക്ഷം യമനികളെ കൊന്ന്. നമ്മളിന്റെ കൂടെ ഇല്ല. ഈ യുദ്ധത്തിൽ സൗദിയോട് കൂടെ യമനി സുന്നികൾക്കെതിരെ യുദ്ധം ചെയ്തത് ഷിയാക്കളും ഇസ്രായേലി സിയോണിസ്റ്റുകളും ജൂതന്മാരും.
ഒരു ഭാഗത്ത് ജൂതന്മാരെ സഹായം ഇങ്ങോട്ട് വാങ്ങി, ഒരു ഭാഗത്ത് ഷിയാക്കളെയും കൂട്ടി രണ്ടു കൂട്ടരും ഒന്നിച്ച് യമനി വിപ്ലവകാരികളായ സുന്നികൾക്കെതിരെ യുദ്ധം ചെയ്തു. ആരെ സഹായിച്ചു? ഷിയ രാജാവിനെ സഹായിച്ചു. ആരൊക്കെ? ഈ ഇസ്രായേലും ഈ ഷിയാക്കളും വഹാബികളും. എന്നൊക്കെ വേറൊരു സംഭവം നടന്നിട്ടുണ്ട്. 1967 അറബ് ഇസ്രായേൽ യുദ്ധം. അതിൽ ഒരു ഉറുപ്പിക സഹായം വഹാബികൾ ചെയ്തതുമില്ല. ഒരു ഉറുപ്പിക സഹായം ചെയ്തില്ല. ഒരു പട്ടാളക്കാരനെ പറഞ്ഞേച്ചില്ല. എങ്ങനെയുണ്ട്? 1967 1965 മുതൽ 69 വരെ യമനിലെ സുന്നി വിപ്ലവകാരികൾക്കെതിരെ യുദ്ധം ചെയ്തു. ആര്? വഹാബികൾ. അതേ സമയത്ത് ലോക മുസ്ലിമീങ്ങൾ യുദ്ധം ചെയ്യുന്നുണ്ട്. ആർക്കെതിരെ? 967 6 ഡേ വാർ, 6 ദിവസത്തെ യുദ്ധം നടന്നിട്ടുണ്ട്. ഏറ്റവും ഭയാനകമായ യുദ്ധം. ആ യുദ്ധത്തിൽ ഒരു ഉറുപ്പികയുടെ സഹായമോ ഒരാളെ സഹായമോ ചെയ്തില്ല. ആര്? വഹാബികൾ. എന്തുകൊണ്ട്? സഹായിക്കുന്നത് അമേരിക്കക്കും ബ്രിട്ടനും ഇഷ്ടണ്ടാവില്ല. അൽ അറബിയ അൽ ഫാരിസി എന്ന 2 ദ്വീപുകൾ എന്ത് ചെയ്തു? ആ 2 ഷിയ ദ്വീപുകൾ വഹാബികൾക്ക് വിട്ടുകൊടുത്തു. 969 ഇഷ്ടം കൂടിയ പിന്നെ അങ്ങനെയാണ്. ഇഷ്ടം കൂടിയാൽ അങ്ങനെയാണല്ലോ. മമ്മദ് നമ്മുടെ ഒരു വിരോധമല്ലേ ഇല്ല എങ്കിൽ മമ്മദ് എന്ത് ഒരു പ്ലാവിന്റെ തൈ വെക്കുകയാണെങ്കിൽ നമ്മൾ മമ്മദിനോട് പറയും, മമ്മദെ ഒന്നും ഇങ്ങോട്ട് ചേർത്ത് വെച്ചളാ, അതിൽ എനിക്കും എനക്കുള്ള അതിന്റെ പ്രശ്നമൊന്നുമില്ല, ചേർത്ത് വെച്ചളാ. മമ്മദ് നമ്മൾ ശത്രുതയിലുള്ള സമയത്ത് 1 മീറ്ററിന്റെ ഉള്ളിൽ വെച്ചാൽ പോലും നമ്മൾ വില്ലേജ് ഓഫീസറെ കൊണ്ടുവരും. അൽ ഫർസി, അൽ അറബിയ അൽ ഫർസി, ഇത് 2 ഷിയാധികാരത്തിലുള്ള 2 ദ്വീപുകള് വഹാബികൾക്ക് വിട്ടുകൊടുത്തു. ഷിയാക്കള് സന്തോഷം പിന്നെയും കൂടി. ഷിയ വഹാബി സന്തോഷം ബന്ധം ഭായി ഭായി വല്ലാതെ കൂടിയപ്പോൾ 1971 എമിറേറ്റ് ഓഫ് ഷാർജയുടെ കീഴിലുള്ള 3 ദ്വീപുകൾ പെട്ടെന്നൊരു സൈനിക ഓപ്പറേഷനിലൂടെ ഷിയാക്കൾ തട്ടിയെടുത്തു. തുൻബുൽ കുബ്ര, സുഗ്ര, അബു മൂസ എന്ന 3 ദ്വീപുകൾ. അത് ഷാർജയുടെ കീഴിലുള്ള ദ്വീപുകളായിരുന്നു. 1971 നവംബർ 30 നവംബറിലാണ് ഈ തട്ടിയെടുക്കൽ. 71 ഡിസംബറിലാണ് UAE വരുന്നത്. എല്ലാ എമിറേറ്റും കൂടി ഒരു രാഷ്ട്രമാവുന്നത് 71 ഡിസംബറിലാണ്. ഇതിന്റെ തലേ മാസം ഷാർജയുടെ ഒരു 3 ദ്വീപിനെ ഷിയാക്കൾ തട്ടിയെടുത്തു. ഷിയാക്കൾ തട്ടിയെടുത്തപ്പോൾ വഹാബികൾ ഷിയാക്കളെ കൂടെ നിന്നു. ഷാർജക്ക് ദ്വീപ് നഷ്ടപ്പെട്ടപ്പോൾ പിന്നീട് UAE ഇതിനെതിരെ അന്താരാഷ്ട്ര കോടതിയിൽ കേസിന് പോയപ്പോൾ വഹാബികൾ നേരെ ഷിയാക്കളെ കൊണ്ടു. അത് അവർക്ക് കിട്ടേണ്ട ദ്വീപാണ് എന്നാണ് നയതന്ത്ര ബന്ധങ്ങളിലെല്ലാം വഹാബികൾ പറഞ്ഞത്. എന്താ കാരണം? ഷിയാക്കളും വഹാബികളും വല്ലാത്തൊരു ബന്ധാണ്. ബാപ്പുമ്മ ഒന്നല്ലേ. അമേരിക്കയിൽ നിന്ന് വിരുന്ന് കഴിഞ്ഞ് ഫൈസൽ വന്ന അന്നു തന്നെ വെടിവെച്ചു കൊന്നു ഫൈസലിനെ. 975 മാർച്ച് 25 ഫൈസൽ കാലം അവസാനിച്ചു. ഫൈസൽ മരിച്ചു. ഫൈസൽ മരിച്ചപ്പോൾ ഷിയാക്കൾ 7 ദിവസം ദുഃഖാചരണം നടത്തി. നിങ്ങൾ എവിടെയെങ്കിലും അല്ലേ നോക്കി, ഇവിടെ വഹാബികൾ എവിടെയെങ്കിലും ഉണ്ടോന്നാക്കി. വഹാബികളെ തലയിൽ മുണ്ടിട്ട് ഓടുന്നുണ്ടോ നോക്കി ആരെങ്കിലും? ആരെ പഠിപ്പിക്കണം നിങ്ങള് ഷിയാക്കളെ അടുക്കളെ കടന്നുറങ്ങിയവരല്ലേ നിങ്ങള്? വഹാബി രാജാവ് മരിച്ചതിന് എന്തിനാണ് ഷിയ രാജാവും നാട്ടുകാരും ഷിയാക്കളും 7 ദിവസം ദുഃഖാചരണം നടത്തുന്നത്? അപ്പൊ ബന്ധം അവിഹിതമാണല്ലോ. നിങ്ങളൊരു കബീലല്ലല്ലോ, നിങ്ങളൊരു സംഘടനയല്ലല്ലോ, നിങ്ങളൊരു ത്വരീഖല്ലല്ലോ.
എന്റെ സംഗതി ശരിയില്ലല്ലോ. അയൽവാസിയുടെ പെണ്ണുങ്ങള് മരിച്ചതിന് ഈ 2 കൊല്ലം ഗൾഫ് പോകാതിരിക്കണം എന്തിനാ? അതെങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ അന്വേഷിക്കേണ്ടി വരുമല്ലോ. 7 ദിവസം ഷിയാക്കൾ ദുഃഖാചരണം നടത്തി. അല്ലെങ്കിലും ദുഃഖാചരണത്തിന് പ്രസിദ്ധരാണല്ലോ ഷിയാക്കൾ, എനിക്കറിയാലോ. ഇതൊക്കെ ചരിത്രമാണ്. ഇവർ തമ്മിലുള്ള ബന്ധം ഊഷ്മളമായി വീണ്ടും തുടർന്നു. ഫൈസൽ 975 മാർച്ച് 25 കൊല ചെയ്യപ്പെട്ടപ്പോൾ ഖാലിദ് ബിൻ അബ്ദുൽ അസീസ് രാജാവായി. ഷിയാക്കളുമായി ഊഷ്മള ബന്ധം തുടർന്നു. ഖാലിദിന്റെ ഭരണകാലത്ത് 1978 ഷാ പഹ്ലവി വീണ്ടും ഔദ്യോഗികമായി വന്നിട്ടുണ്ട് വിരുന്നിന് വേണ്ടി വഹാബികളിലേക്ക്. ഒന്ന് കാണിച്ചു കൊടുക്ക്. ഈ കാലഘട്ടങ്ങളിലെല്ലാം ഫൈസലിന്റെ കാലത്താണെങ്കിലും ഖാലിദിന്റെ കാലത്താണ്, അതിന്റെ നേരത്തെ സൗദിന്റെ എല്ലാം ഈ ബന്ധം ഊഷ്മളമായി നിലനിന്നിട്ടുണ്ട്. ഷാ പഹ്ലവി പലതവണ ഇവിടെ വന്നിട്ടുണ്ട്. വഹാബികൾ പലതവണ അവിടെ പോയിട്ടുണ്ട്. ഷിയാക്കൾ ഇങ്ങോട്ടും വഹാബികൾ അങ്ങോട്ടും ദിനേന പോക്കും വരവും നയതന്ത്ര ബന്ധങ്ങളും ചായകുടി കാപ്പികുടി സ്നേഹബന്ധം മുടുക്കല്, ഒരുപാട് സ്നേഹിച്ച് പരസ്പരം കൊല്ലല്, കണ്ണുമൂക്കം പൊത്തിപ്പിടിച്ച് ചുംബിക്കല്, പാട്ടുപാടല്, നൃത്തം ചവിട്ടല്, ആഹ്ലാദ നൃത്തം, വഹാബികള് ഷിയാക്കളെ കണ്ടാൽ സന്തോഷിച്ച നൃത്തം, അനവധി ചില ഉദാഹരണങ്ങൾ കാണിക്കാം. ഒന്ന് കാണിക്കുക. ഷാ പഹ്ലവിയാ വരുന്നത്. എന്തൊരു മനോഹരമായ ഡാൻസ്! വഹാബികൾ ഡാൻസ് ചെയ്യാണ് ഷിയ വന്നപ്പോൾ. കണ്ടില്ലേ? ഇതാ ഷിയാദ നേതാവ് വരുമ്പോൾ എന്തോ ഒരു സന്തോഷത്തിനാ മുട്ടി അറവന മുട്ടി പാട്ടുപാടിയ. അല്ലാ, ഇപ്പോഴത്തെ രാജാവ് സൽമാനാണ് ആ നൃത്തം ചെയ്യുന്നത്. പണ്ട് അയാൾ അന്ന് പ്രിൻസാ. ആ നൃത്തം ചെയ്യുന്നത് ഷിയ വന്നപ്പോൾ നൃത്തം ചെയ്യുന്ന ആരാ? ഇപ്പോഴത്തെ നിലവിലുള്ള രാജാവ്. അന്ന് അയാൾ പ്രിൻസാ. അല്ലാ, എന്തൊരു സന്തോഷമാണ് വഹാബികൾക്ക് ഷിയാക്കളെ കണ്ടപ്പോൾ. അല്ലല്ലോ, എന്തോ ഒരു സന്തോഷം. മുട്ടിപ്പാടല്, അറവന മുട്ടല്, ഒട്ടകം അറക്കല്, ചാടല്, മുട്ടല്, എന്തൊരു ഡാൻസ്! അല്ലല്ലാ, നമ്മളെ നാട്ടിൽ ഓണത്തിന് തിരുവാതിരക്കൊന്നും ഈ ജാതി ഡാൻസ് ഉണ്ടാവാറില്ല. ആ ജാതി ഡാൻസാണ്, വല്ലാത്ത ഡാൻസ്. അതിനിടയിൽ ചുംബിക്കുന്നുണ്ട്, മൂക്ക് കൊടുക്കുന്നുണ്ട്, ചുംബിക്കുന്നുണ്ട്. ഫൈസൽ തന്നെ ചുംബിച്ചിട്ട് പൂതി കഴിയാഞ്ഞിട്ട് പിന്നെ വല്ലാതെ ചൂട്ടിയായി വളർത്തിയത്. എന്തുകൊണ്ട്? ഇവർ 2 കൂട്ടരും ബ്രിട്ടന്റെ കുഞ്ഞുങ്ങളാണ്. എന്തൊക്കെയാണ് അവർ തമ്മിൽ നടന്നിട്ടുള്ള സ്നേഹബന്ധങ്ങള്, കളികള്, ഡാൻസുകള്! അല്ലല്ലാ, എന്തൊക്കെയാണ് മക്കയിലേക്കും മദീനയിലേക്കൊക്കെ കൊണ്ടുപോവല്, ഹജ്ജിന് കൊണ്ടുവരല്, അത് വേറെ. പ്രത്യേകമായ മദീനത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകല്, മക്കത്തേക്കും മദീനത്തേക്കും ആനയിച്ച് കൊണ്ടുപോകല്, ഷിയാക്കളെ ആനയിച്ച് സ്നേഹിച്ച് കൊണ്ടുപോകല്, ഇതെല്ലാം ആ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. ഷിയാളെയും കൂട്ടിയിട്ടുള്ള ഖബർ സിയാറത്തെ ആരാധനാ നിസ്കാരത്തിൽ ഒപ്പം നിർത്തല്, കൂടെ നിസ്കരിപ്പിക്കല് കണ്ടിട്ടുണ്ട്. ഇതെല്ലാം അബ്ദുൽ അസീസിന്റെ കാലത്ത്. കൊടിവെച്ച കാറിലാ കൊണ്ടുപോകുന്നത് വഹാബികൾ. ആരെ? ഷിയ നേതാവിനെ ആനയിച്ച് കൂട്ടിക്കൊണ്ടുപോവാ ഹജ്ജിന്. ഇത് വേറെ വരവാണ്. ഹജ്ജിന് നിസ്കരിക്കാൻ കൂടെ കൂട്ടുന്നുണ്ട്, നിസ്കരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. അവർക്ക് അങ്ങനെ നിസ്കരിക്കാൻ പറ്റില്ല. അവർക്ക് ഒരു കട്ട കിട്ടണം. കെർബല എന്നുള്ള കട്ട കിട്ടിയാലേ സുജൂദ് ചെയ്യുള്ളൂ ഷിയാക്കള്. അതിനൊക്കെ കട്ട സംഘടിപ്പിച്ചു കൊണ്ടുവന്നിട്ടുണ്ടോ? നീ ഷിയ നേതാവിനെ അവിടുന്ന് കൊണ്ടുവന്നു അറിയില്ല. ഏതായാലും ഒപ്പം നിസ്കരിപ്പിക്കലേ. ഷിയ അവിടെ വന്നപ്പോ നിസ്കരിച്ചു. ഖുർആനും ഹദീസിനും ഒരു പുല്ലിന്റെ വില വെക്കാത്ത ഷിയാണ് ഞാൻ. ആ ഷിയാക്ക് നിസ്കരിക്കാനും സൗകര്യവും കാര്യവും എല്ലാം വലിയ ചോറായിരുന്നു. വലിയ റാഹത്തായ സന്ദർശനങ്ങള്, സ്നേഹബന്ധം, കൈമാറലുകളൊക്കെ.
എമ്പാടും അവർക്കിടയിൽ നടന്നിരുന്നു. 1978 അവസാന സന്ദർശനം. പിന്നെ വിളിക്കാത്തത് കൊണ്ടല്ല. 1979 ഫെബ്രുവരി 11 ഇറാനിൽ ജനകീയ വിപ്ലവമുണ്ടായി. അയാത്തുള്ള ഖുമൈനിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഷാ പഹ്ലവിയെ പുറത്താക്കി. ഇനിയാണ് പ്രശ്നം. പ്രശ്നം വരുന്ന എവിടെയെന്ന് മനസ്സിലാക്കി. 1978 വരെ വലിയ സ്വീകരണവും ഒട്ടകർക്കലൊക്കെ ചാടിക്കളിക്കലൊക്കെ കണ്ടു, അറവന മുട്ടലും ഒക്കെ. അത് നേരെ പിറ്റേ കൊല്ലം 79 ഫെബ്രുവരി 11 വലിയ അട്ടിമറി നടന്നു ഇറാനിൽ. ആരുടെ നേതൃത്വത്തിൽ? അയാത്തുള്ള ഖുമൈനി എന്ന ഷിയ നേതാവിന്റെ നേതൃത്വത്തിൽ. അയാളും ഷിയ തന്നെ. ഇപ്പറഞ്ഞ അയാത്തുള്ള ഖുമൈനിയും ഷിയ തന്നെയാണ്. അവർക്കിടയിൽ, അതായത് ഷാ പഹ്ലവിയുടെ ബോർഡേണിസ്റ്റ് ഭരണത്തിനെതിരെ അവിടെ ജനകീയ വിപ്ലവം ഉണ്ടായി. 1979 ഫെബ്രുവരി 11 ഷാ പഹ്ലവി എന്ന ബ്രിട്ടന്റെയും അമേരിക്കയുടെയും കുട്ടിയെ അയാത്തുള്ള ഖുമൈനിയുടെ നേതൃത്വത്തിലുള്ള സംഘം നാട് കടത്തി. അയാൾ ജീവനും കൊണ്ടോടി അമേരിക്കയിലേക്ക്. അയാൾക്ക് വേഗം അഭയം കൊടുത്തു. ആര്? അമേരിക്ക. ഷാ പഹ്ലവിയുടെ ആളായിരുന്നു, അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ആളായിരുന്നു ഷാ പഹ്ലവി. വഹാബികളും ഷാ പഹ്ലവിയുടെ അധികാരത്തെ ജനകീയ വിപ്ലവകാരികൾ പുറത്താക്കിയിട്ട് തട്ടിയെടുത്തപ്പോൾ ജനകീയ വിപ്ലവകാരികൾ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും കണ്ണിന്റെ കരടായി. അതോടുകൂടെ 1979 ഫെബ്രുവരി 11 മുതൽ ബഹുമാനപ്പെട്ട വഹാബികൾക്ക് ഷിയാക്കൾ മോശമായി. എന്ത്? അമേരിക്കക്കും ബ്രിട്ടനും പിന്നെ ഒരിഷ്ടല്ല. നമ്മൾ ഇഷ്ടപ്പെടാൻ പാടില്ല. ജാമൂസിന്റെ ബുദ്ധി ഉണ്ടെങ്കിലും മനസ്സിലാവുമല്ലോ. എന്നിട്ട് തോണ്ടാൻ നടക്കുക സുന്നിയാളെ. നീ വരാണ്ട അറിയും.